വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ്. സ്നേഹവും കരുതലും നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു കുടുംബം സ്വപ്നം കാണാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു നല്ല ദാമ്പത്യ ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും എങ്ങനെ നിലനിർത്താമെന്ന് നമുക്ക് നോക്കാം. വിവാഹം എന്നത് വെറും ഒരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകളോടെ മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതയാത്രയാണ്. പരസ്പരം ബഹുമാനിക്കുകയും ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഥേയം. ഒരുമിച്ച് ചിരിക്കാനും കരയാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒരു മനസ്സോടെ കൂട്ടായി നിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യം എപ്പോഴും സുന്ദരമായിരിക്കും. ഒന്നാമതായി, പരസ്പര ബഹുമാനം. നമ്മുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നാം വില നൽകണം. ഭർത്താവിൻ്റെ ജോലിയോടുള്ള താല്പര്യമാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോബികളോ ആകട്ടെ, അതിനെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ ചിന്തകളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ പോലും ദേഷ്യത്തോടെയോ നിന്ദ്യമായോ സംസാരിക്കാതെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് സംവാദങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. ഒരാളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ അവർക്കവരുടെ ഇടം നൽകി അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് ദാമ്പത്യത്തിൻ്റെ ആയുസ് കൂട്ടാൻ സഹായിക്കും. രണ്ടാമതായി, തുറന്ന ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള പാലം ഏതൊരു ബന്ധത്തിൻ്റെയും ജീവനാണ്. തുറന്ന ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പങ്കാളിയുടെ മനസ്സ് വായിക്കാൻ മറ്റൊരാൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാൻ മടിക്കരുത്. അതേസമയം ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങൾ തമ്മിലുള്ള ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ പ്രശ്നങ്ങളായി വളരുന്നത് പലപ്പോഴും ആശയവിനിമയത്തിൻ്റെ അഭാവം മൂലമാണ്. രാവിലെ തിരക്കിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നതിലോ, രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നതിലോ തുടങ്ങുന്നതാണ് നല്ല ആശയവിനിമയത്തിൻ്റെ തുടക്കം. പരസ്പരം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പല പ്രശ്നങ്ങളും വഴിയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കഴിയും. മൂന്നാമതായി, വ്യക്തിപരമായി ഇടം നൽകുക എന്നുള്ളതാണ്. വളരാൻ അനുവദിക്കുക. ഒരു പൂന്തോട്ടത്തിലെ ചെടികൾക്ക് അവയുടേതായ ഇടം നൽകുന്നത് പോലെ ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തിപരമായ ഇടം ആവശ്യമാണ്. ജോലി കഴിഞ്ഞെത്തുമ്പോൾ അല്പനേരം കൂട്ടുകാരുമായി സംസാരിക്കാനോ, ഒരു പുസ്തകം വായിക്കാനോ, അല്ലെങ്കിൽ തനിയെ ഇരിക്കാനോ ഭർത്താവിന് സമയം നൽകുക. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കായി സമയം നൽകുന്നത് ആ ബന്ധത്തിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കും. ഒരാളെ തടവറയിൽ ഇരിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് മടുപ്പുണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക, സ്വകാര്യതയെ മാനിക്കുക. ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണിത്. നാലാമതായി, സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സ്നേഹം മനസ്സിൽ മാത്രം ഒതുക്കി വെക്കേണ്ട ഒന്നല്ല. അത് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് പങ്കാളിക്കത് തിരിച്ചറിയാൻ കഴിയുക. ഒരു ചെറിയ സമ്മാനം നൽകുന്നതിലൂടെയോ, ഒരു പുഞ്ചിരിയിലൂടെയോ, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു വാക്ക് പറയുന്നതിലൂടെയോ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും. ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. ഉദാഹരണത്തിന്, ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഉണ്ടാക്കി നൽകുന്ന ഒരു ചായയ്ക്ക് നന്ദി പറയാൻ പഠിക്കുക. ഇത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അത് വലിയ സന്തോഷം നൽകും. ഭർത്താവ് നിങ്ങളുടെ കൂടെയുള്ളതിനും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നത് അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. അഞ്ചാമതായി, വീടൊരു സ്വർഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. വീടൊരു സ്വർഗമാകണം. ജോലി കഴിഞ്ഞ് വരുമ്പോൾ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഭർത്താവിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റും. വൃത്തിയുള്ളതും സൗകര്യങ്ങളുള്ളതുമായ ഒരു വീട് കുടുംബാംഗങ്ങൾക്കെല്ലാം സന്തോഷം നൽകും. വീട്ടുജോലികൾ പങ്കിട്ടെടുക്കുന്നതിലൂടെയും പരസ്പരം സഹായിക്കുന്നതിലൂടെയും ഈ ലക്ഷ്യം എളുപ്പത്തിൽ നേടാം. സ്നേഹവും കരുതലോടുകൂടിയുമുള്ള പെരുമാറ്റമാണ്
ഒരു വീടിനെ സ്വർഗമാക്കുന്നത്. നിങ്ങൾ ഇരുവരും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഓർമ്മകളായി മാറുന്നത് ഈ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ വെച്ചാണ്. ആറാമതായി, പ്രതീക്ഷകൾ യാഥാർത്ഥ്യബോധത്തോടെ ആവണം എന്നുള്ളതാണ്. സിനിമകളിലും സോഷ്യൽ മീഡിയകളിലും കാണുന്ന അമിതമായ സ്നേഹപ്രകടനങ്ങളും യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകളും ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥ ജീവിതം സിനിമയിലെ കഥ പോലെയല്ല. അത് വിട്ടുവീഴ്ചകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ലോകമാണ്. നിങ്ങളുടെ പങ്കാളി ഒരു സൂപ്പർ ഹീറോയോ എപ്പോഴും റൊമാൻറ്റിക് ആയിരിക്കുന്ന വ്യക്തിയോ ആകണമെന്നില്ല. അവരുടെ പരിമിതികളെയും കുറവുകളെയും അംഗീകരിക്കുക. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക. പരസ്പരം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല ബന്ധത്തിന് വളരെ പ്രധാനമാണ്. ഈ യാഥാർത്ഥ്യബോധം നിങ്ങളുടെ ദാമ്പത്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കും. ഏഴാമതായി, ക്ഷമയും വിട്ടുവീഴ്ചയും. ബന്ധത്തിൻ്റെ ആണിക്കല്ല് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ 2 ഗുണങ്ങളാണ് ക്ഷമയും വിട്ടുവീഴ്ചയും. ആരും പൂർണ്ണരല്ല. എല്ലാവർക്കും തെറ്റുകൾ പറ്റാം. ചെറിയ തെറ്റുകൾ ക്ഷമിക്കാനും ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകണം. ഈഗോ കാരണം ബന്ധം തകരാൻ അനുവദിക്കരുത്. ഒരു ബന്ധത്തിൽ 2 പേരുണ്ട് എങ്കിൽ അവിടെ ഒരു പക്ഷം പിടിക്കാതെ പരസ്പരം മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കൂ. മറുവശവും കാണാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. എട്ടാമതായി, പിന്തുണ നൽകുക എന്നുള്ളതാണ്. വിജയത്തിലും പരാജയത്തിലും കൂടെ നിൽക്കുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുക. അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുക. അതുപോലെ അവർക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുക. നിങ്ങൾ കൂടെയുണ്ടെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇത് ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അടുപ്പമുണ്ടാക്കും. ഒൻപതാമതായി, ഒരുമിച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. ഓർമ്മകൾ സൃഷ്ടിക്കുക. തിരക്കേറിയ ജീവിതത്തിനിടയിലും ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. സിനിമ കാണുക, പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, ചെറിയ യാത്രകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും. ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ചിരിക്കാനും ഇത് അവസരം നൽകും. പത്താമതായി, ബഹുമാനം നൽകുക എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ബഹുമാനിക്കുക. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുക. ഇത് ഭർത്താവിനോടുള്ള നിങ്ങളുടെ ബഹുമാനത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. ഈ ബഹുമാനം നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ കരുത്ത് നൽകും. 11ാമതായി, വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. ദാമ്പത്യത്തിൻ്റെ കാതൽ പരസ്പരം വിശ്വസിക്കുക, സംശയങ്ങൾ ഒഴിവാക്കുക. ദാമ്പത്യ ബന്ധത്തിൽ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സംശയങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ തുറന്ന് സംസാരിച്ച് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ ശ്രമിക്കുക. 12ാമതായി, നല്ല സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ്. പങ്കാളികൾ ഭാര്യാഭർത്താക്കന്മാർ എന്നതിലുപരി നല്ല സുഹൃത്തുക്കളായിരിക്കുക. പരസ്പരം തമാശകൾ പറയുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുക. സുഹൃത്തുക്കളായിരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ തുറന്നു പറയാൻ കഴിയും. ഈ സൗഹൃദം നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ സന്തോഷവും സമാധാനവും നൽകും. 13ാമതായി, വ്യക്തിത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭർത്താവിന് അവരുടേതായ ചിന്തകളും സ്വഭാവങ്ങളും ഉണ്ടാകും. അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക. ഇതവർക്ക് സന്തോഷം നൽകുകയും ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും. 14ാമതായി, പ്രണയം നിലനിർത്തുക. ഓരോ ദിവസവും പുതിയതാക്കുക. വിവാഹത്തിന് ശേഷവും പ്രണയം നിലനിർത്താൻ ശ്രമിക്കുക. ഓരോ ദിവസവും പരസ്പരം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമാക്കും. ദാമ്പത്യം ഒരു കലയാണ്. ഓരോ ദിവസവും നാം പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകളോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരവും സന്തോഷകരവുമാക്കാൻ കഴിയും. എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.